വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 ഓണക്കാലത്ത് വ്യാപാരികൾ നേരിടുന്ന വലിയ പ്രശ്നത്തിന് അടിയന്തര ഇടപെടൽ നടത്തിയ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നന്ദി അറിയിച്ച് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PN ഗോകുലൻ. വർഷങ്ങളായി വാടക കൊടുത്ത് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായി. ഓണക്കാലത്തെത്തുന്ന അനധികൃത കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും ബുധനാഴ്ച പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന അനധികൃത കച്ചവടങ്ങൾ എടുത്തുമാറ്റുവാൻ നഗരസഭാ അധികൃതർ നടപടി തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ നടപടിയെ അഭിനന്ദിച്ച് മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തിയത്. വടക്കാഞ്ചേരിയിലെ മർച്ചന്റ് അസോസിയേഷൻ വഴിയോര കച്ചവടക്കാർക്ക് ഒരിക്കലും എതിരല്ലെന്നും നിയമപ്രകാരമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന അധാർമികമായ പ്രവർത്തനത്തെയാണ് എതിർക്കുന്നതെന്നും വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PN ഗോകുലൻ പറഞ്ഞു. ഈ ഓണക്കാലമായാൽ വ്യാപാരികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഈ 10 മുതൽ 10 ദിവസം ഓണത്തിന് പൂക്കളിടുക എന്നുള്ളത് നമ്മുടെ കേരളക്കാരുടെ ഒരു സംസ്കാരമാണല്ലോ. ആ സമയത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നും വൻകിട മുതലാളിമാർ വണ്ടിയിൽ ഈ പൂക്കളൊക്കെ കൊണ്ടുവന്ന് നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അത് കുറേശ്ശെ ഇറക്കി ഒരു പാവപ്പെട്ട ജോലിക്കാരനെ അവിടെ നിർത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ വ്യാപാരികൾക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം വെച്ചാൽ നമ്മൾ കൊല്ലങ്ങളോളമായിട്ട് വാടക കൊടുത്ത് അല്ലെങ്കിൽ ലൈസൻസ് എടുത്ത് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് കച്ചവടം ചെയ്യുന്ന ഈ പൂക്കൾ കച്ചവടക്കാർ അവർക്ക് ഈ 10 ദിവസമാണ് പരമാവധി കച്ചവടം ഉണ്ടാവുന്നതും എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടാൻ പോകുന്നതും. അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് കുറച്ച് കാലമായി ഈ പൂക്കച്ചവടക്കാരുടെ ഒരു തള്ളിക്കയറ്റം. അത് എന്തായാലും നിർത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മർച്ചൻസ് അസോസിയേഷൻ അതിൽ ഇടപെടുകയും നഗരസഭയിലെ ചെയർമാനും സെക്രട്ടറിയെയും കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള അനധികൃത കച്ചവടം നിർത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വഴിയോര കച്ചവടക്കാർക്ക് ഒരിക്കലും എതിരല്ല, കാരണം അവർക്കും ജീവിക്കണം. പക്ഷേ ജീവിക്കുന്ന നിയമപ്രകാരമുള്ള കച്ചവടക്കാരുടെ മുൻപിൽ വന്നുകൊണ്ട് ഒരു കച്ചവടം ചെയ്യുക എന്നുള്ളത് അധാർമികമാണ്, തെറ്റാണ്. അപ്പോൾ അതിനെ നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. മറ്റേ കച്ചവട സ്ഥാപനങ്ങളില്ലാത്ത വഴിയിൽ ഒക്കെ, അതായത് വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ബൈപ്പാസിലാവാം, മസ്ജിദ് റോട്ടിലാവാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെയാവാം, അവിടെയൊക്കെ ഒരു പൂക്കച്ചവടം നടത്തിക്കോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല. ഇന്ന് നഗരസഭാ ചെയർമാനും സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കയ്യോടെ അതിനെല്ലാം ഓർഡർ ഇട്ട് മറ്റേ കണ്ടിജൻസി ജീവനക്കാരെ ആ വക സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ഉണ്ടായി. അത് നഗരസഭയും നമ്മൾക്ക് ചെയർമാനും സെക്രട്ടറിയും കൂടി മർച്ചൻ്റ് അസോസിയേഷന് ചെയ്തു തന്ന വലിയ ഒരു ഉപകാരമാണ്. VCV ന്യൂസ് വടക്കാഞ്ചേരി.